SSLC വിദ്യാർത്ഥികൾക്ക് ഓണപരീക്ഷയിൽ ആദ്യം നടക്കുന്നത് ഇംഗ്ലീഷിൻ്റെ എക്സാമാണ്. ഇംഗ്ലീഷ് എക്സാമിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത് ഏതായിരിക്കും അപ്രീസിയേഷൻ വരിക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SSLC വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. സോ അപ്രീസിയേഷൻ്റെ കാര്യം പറയുമ്പോൾ 2 ചാപ്റ്റർ ബേസ് ആയിട്ടാണ് അപ്രീസിയേഷൻ വരാനുള്ളത്. ഒന്നുകിൽ ഫ്രണ്ട്സ് റോബിൻസൺ കൺട്രിമാൻ അല്ലെങ്കിൽ സീറ്റ്ലിംഗ്. ഈ 2 ചാപ്റ്റർ ബേസ് ആയിട്ടായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഇത്തവണ ഒരു സുഖമുണ്ട്. കാര്യം നിങ്ങൾ SCERT പുറത്തിറക്കിയ പുതിയ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതിൽ അപ്രീസിയേഷന് ചോയ്സ് ഉണ്ട്. ഒരു അപ്രീസിയേഷൻ ഒരു പാരഗ്രാഫ് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ഇതിലൊന്ന് എന്ന രീതിയിലാണ്. സ്വാഭാവികമായിട്ടും ഒന്ന് ഫ്രണ്ട്സ് റോബിൻസൺ കൺട്രിമാൻ ആണെങ്കിൽ മറ്റൊന്ന് സീറ്റ്ലിംഗ് ആയിരിക്കും. അപ്പോൾ അപ്രീസിയേഷൻ ഫ്രണ്ട്സ് റോബിൻസൺ കൺട്രിമാൻ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ ഒരു ഗസ്. പക്ഷേ മനസ്സിലാക്കേണ്ടത്, ഇനി പാരഗ്രാഫായിട്ട് വന്നാലും നിങ്ങൾ ആ ഫ്രണ്ട്സ് റോബിൻസൺ കൺട്രിമാൻ എന്നുള്ള കണ്ടന്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ മാർക്ക് സുഖമായിട്ട് വാങ്ങാം. എന്നിട്ട് സീറ്റ്ലിംഗ് പഠിക്കാതെ പോവുകയും ചെയ്യരുത് കേട്ടോ. അതും കൂടി പഠിച്ചേക്കുക. എങ്കിലും ഫ്രണ്ട്സ് റോബിൻസൺ കൺട്രിമാൻ ഇതിൻ്റെ അപ്രീസിയേഷൻ വരുമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് പ്രതീക്ഷിക്കുന്നത്. കാരണം അതങ്ങനെ വരും തന്നെയാണ് എൻ്റെ ഒരു ചിന്ത. അതിന് കാര്യമുണ്ട്. കാരണം ഈ സാധാരണ ഫസ്റ്റ് ടൈം എക്സാമുകളിൽ അവസാനം വരുന്ന ചാപ്റ്റർ സീറ്റ്ലിംഗ് ആയതുകൊണ്ട് അങ്ങനെ ആ ചാപ്റ്ററിനേക്കാളും ആദ്യത്തെ ചാപ്റ്ററിലേക്ക് ക്വസ്റ്റ്യൻ പോകുന്ന ഒരു രീതിയാണ് ഉണ്ടാവാറുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സ് റോബിൻസൺ കൺട്രിമാൻ എന്തായാലും പഠിച്ചു വെക്കുക. കൂടെ സീറ്റ്ലിംഗ് കൂടി പഠിച്ചോളൂ. അത് വരില്ല എന്നൊന്നുമില്ല, എൻ്റെ ഒരു ഗസ്സാണ് പറയുന്നത് കേട്ടോ. ഓക്കെ.